നമസ്തേ, ഓം നമ ശിവായ. എല്ലാവർക്കും ആത്മ പ്രണാമം. ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രത്തിൻ്റെ സത്സംഗ സമിതികളിലൂടെ നമ്മൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഭാരതീയമായിരിക്കുന്ന ജ്ഞാന വിജ്ഞാനങ്ങളുടെ പഠനം, വിശേഷമായിട്ടും സനാതനധർമ്മ പഠനം നടത്തുകയാണ്. കേരളത്തിലെ ഏതാണ്ട് 9 ജില്ലകളിൽ നമ്മളുടെ സത്സംഗ സമിതികൾ പ്രവർത്തിക്കുന്നുണ്ട്. മാസത്തിലൊരിക്കൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ദേവതാ മന്ത്രങ്ങൾ ജപിക്കുക, ലളിതാ സഹസ്രനാമം ജപിക്കുക, പ്രാണായാമം, ധ്യാനം, യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിലെ കഥകൾ പഠിക്കുക, ഗീത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക. ഈ ഒരു ഉദ്ദേശമാണ് സത്സംഗ സമിതി. സത്സംഗം എന്ന് പറഞ്ഞാൽ നല്ല കൂട്ടുകെട്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പണ്ടുകാലങ്ങളിൽ നമ്മളുടെ സമൂഹത്തിൽ ഗുരുകുലങ്ങളുണ്ടായിരുന്നു. സനാതനധർമ്മ തത്വങ്ങളെ, യോഗശാസ്ത്രത്തെ, തന്ത്രശാസ്ത്രത്തെ, വേദാന്ത വിദ്യകളെ, അങ്ങനെ ആധ്യാത്മിക മേഖലയിലെ വിവിധ കാര്യങ്ങളെ പറഞ്ഞു തരുവാൻ നമുക്ക് ഗുരുക്കന്മാർ, ആചാര്യന്മാർ ഉണ്ടായിരുന്നു. പക്ഷേ ആധുനിക കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ പ്രത്യേകിച്ചും ഹിന്ദു മതവിശ്വാസികൾക്ക് അല്ലെങ്കിൽ ഹൈന്ദവ ധർമ്മം പിന്തുടരുന്നവർക്ക്, സനാതന ധർമ്മവിശ്വാസം പിന്തുടരുന്നവർക്ക് അവരുടെ ഉപാസനാക്രമങ്ങൾ പഠിക്കാൻ ഇന്ന് സ്ഥലങ്ങൾ വളരെ കുറവാണ്. പഴയ പോലെ ഗുരുകുലങ്ങൾ നമുക്കില്ല. നമ്മളുടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് 4 ഘട്ടങ്ങളുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ബ്രഹ്മചര്യ കാലഘട്ടത്തിന് വിദ്യാർത്ഥി കാലഘട്ടം എന്ന് പറയും. ഒരു 5 വയസ്സ് മുതൽ 25 വയസ്സ് വരെ നമുക്കെടുക്കാം. ആ സമയത്ത് പഴയ കാലങ്ങളിൽ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ഗുരുകുലത്തിൽ പോയി അവിടെ നിന്ന് ഗുരുവിൻ്റെ നേതൃത്വത്തിൽ പരാപരാവിദ്യകൾ, ജ്ഞാനവിജ്ഞാനങ്ങളൊക്കെ പഠിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതാണ് അങ്ങനെയുള്ള ഗുരുകുലങ്ങളിലൂടെ, അവിടെയുള്ള പഠനങ്ങളിലൂടെ വളർന്നു വന്നവരാണ്, ഉയർന്നു വന്നവരാണ് ഭാരതത്തെ ഇത്രയുമധികം ശ്രേയസ്കരമാക്കി മാറ്റിയത്. ആധ്യാത്മികമായ ശക്തിയും അതുപോലെ തന്നെ ഭൗതിക രംഗങ്ങളിൽ ശരിയായിരിക്കുന്ന അറിവും അവർക്കുണ്ടായിരുന്നു. എന്നാണോ നമ്മളുടെ സമൂഹത്തിൽ നിന്ന് ഗുരുകുലങ്ങൾ ഇല്ലാതായത്, പ്രത്യേകിച്ചും ഈ കലികാലത്തിൽ ആധുനിക യുഗത്തിലേക്ക് വന്നപ്പോൾ ഗുരുകുലങ്ങളെ ഇല്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും സനാതനധർമ്മ വിശ്വാസികൾക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വളർന്നു വരുന്ന പുതു തലമുറയ്ക്ക് നമ്മളുടെ ഉപാസനകൾ, മന്ത്രങ്ങൾ, ദേവതകൾ, സനാതനധർമ്മ തത്വങ്ങൾ, വേദദർശനങ്ങൾ, വേദാന്ത ദർശനങ്ങൾ, ഉപനിഷത്തുക്കൾ, ഗീത, ഇതിഹാസ പുരാണങ്ങൾ, ഇതൊന്നും പഠിക്കാനുള്ള അവസരമില്ല എന്നുള്ളതാണ്. നമ്മുടെ ഏതാനും ചില ആശ്രമങ്ങൾ മാത്രമാണ് കുറച്ചെങ്കിലും ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. എങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരും സനാതനധർമ്മ വിശ്വാസികളും ഈ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നില്ല, പ്രത്യേകിച്ചും വളർന്നു വരുന്ന തലമുറ. ഇപ്പോൾ ഇസ്ലാം സഹോദരങ്ങൾ അവർ ഖുറാൻ പഠിക്കുന്നുണ്ട്, അവരുടെ മതഗ്രന്ഥം പഠിക്കുന്നുണ്ട്, 5 നേരം നിസ്കാരമുണ്ട്, അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിശക്തമായ മതബോധം ഉള്ളവരാണ് ആ ഒരു സമൂഹം. ക്രിസ്തുമത പിന്തുടരുന്ന നമ്മളുടെ സഹോദരങ്ങൾ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടിട്ടുള്ള മതപഠനങ്ങൾ, ബൈബിൾ ക്ലാസ്സുകൾ അവർ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരിലും മതബോധം ശക്തമാണ്. നമുക്ക് ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും ക്ഷേത്രങ്ങൾ ഇപ്പോഴും ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും നമ്മുടെ ധർമ്മപാഠശാലകൾ അല്ലെങ്കിൽ മതപാഠശാലകൾ ഇല്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ വളർന്നു വരുന്ന സനാതനധർമ്മ വിശ്വാസികൾ, പ്രത്യേകിച്ചും പുതുതലമുറ ഈ കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല. വേദങ്ങളറിയില്ല, ഉപനിഷത്തുക്കൾ അറിയില്ല, ഭഗവത്ഗീത പഠിക്കാനുള്ള അവസരങ്ങളില്ല. അങ്ങനെ ഒരു കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം, ഒരു 3-5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള സമയം, എന്താശയമാണോ അവനിലേക്ക് എത്തിച്ചേരുന്നത് ആ ആശയം അവനെ സ്വാധീനിക്കുമെന്നാണ് പറയുക. അപ്പോൾ ഈ 5 വയസ്സിനും 12 വയസ്സിനും ഇടയിൽ ഈ ആധ്യാത്മികമായ ആശയം ഒരു കുഞ്ഞിൻ്റെ ബ്രെയിനിലേക്ക് എത്തിച്ചേർന്നില്ലെങ്കിൽ ഈ 12 വയസ്സിന് ശേഷം അവനോട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ പൂർണ്ണമായും ഉൾക്കൊള്ളണമെന്നില്ല. മനസ്സിലായോ? അപ്പോൾ സനാതനധർമ്മ വിശ്വാസികളായിട്ടുള്ളവർക്ക് അവരുടെ പുതുതലമുറയെ അല്ലെങ്കിൽ നിലവിലുള്ള തലമുറയെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ആധ്യാത്മികമായിരിക്കുന്ന കാര്യങ്ങൾ, വേദം, യോഗ, അതേപോലെ തന്ത്ര, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ഗീത, രാമായണം, ഈ പറഞ്ഞ മഹാഭാരതം, ഭാഗവതം തുടങ്ങിയിരിക്കുന്ന ഹൈന്ദവങ്ങളായിരിക്കുന്ന വിവിധ മതഗ്രന്ഥങ്ങളെ, വിവിധ ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തിലാണ് ഹിമാലയൻ സിദ്ധാശ്രമം എല്ലാ ജില്ലകളിലും, 9 ജില്ലകളിൽ സജീവമാണ്. വരും മാസങ്ങളിൽ മറ്റെല്ലാ ജില്ലകളിലും നമ്മൾ സജീവമായി മാസത്തിലൊരിക്കൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ധാരാളം പേര് ആവശ്യപ്പെടുന്നുണ്ട് ഉപാസന കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ഉപാസനാ രഹസ്യങ്ങൾ എന്നൊരു പോഡ്കാസ്റ്റ് ഓൾറെഡി ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. മഹാഭാരതത്തെ പറ്റിയുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, യോഗയെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്, ശരയോഗയെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്, ശിവകുണ്ഡലിനിയെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്, തന്ത്രയെ പറ്റിയൊക്കെ വിവിധ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്.
എങ്കിലും അടിസ്ഥാനപരമായി ഒരു ഹിന്ദുമത വിശ്വാസി, ഒരു സനാതനധർമ്മ വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ ആചരിക്കേണ്ടതായിരിക്കുന്ന പ്രധാന ദേവതകളുടെ ഉപാസനകൾ പഠിക്കണമെന്ന് ധാരാളം പേര് ആഗ്രഹിക്കാറുണ്ട്. ഏത് മന്ത്രം ചൊല്ലണം, ഏത് ധ്യാന ശ്ലോകം ചൊല്ലണം. പലർക്കും ഇപ്പോൾ ഗണപതിയുടെ, സുബ്രഹ്മണ്യൻ്റെ, ശാസ്താവിൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ പല മന്ത്രങ്ങളും ശ്ലോകങ്ങളും ഒന്നും ഇന്ന് പലർക്കും അറിയില്ല. പുതുതലമുറയിൽ പലർക്കും അറിയില്ല. പഴയ തലമുറയിൽ നമ്മുടെ മുത്തശ്ശിമാർ തറവാടുകളിൽ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് നാമം ജപിച്ച് ഇതൊക്കെ തലമുറ കൈമാറി പഠിച്ചു വന്നിരുന്നു. ഇന്ന് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്ക് നമ്മൾ പോയപ്പോൾ ഇതുമൊക്കെ നമുക്ക് അന്യം നിന്നു. വിളക്ക് വയ്ക്കുന്നത് പോലും ഔട്ട് ഓഫ് ഫാഷനായി മാറിയിരിക്കുന്നു. അപ്പോൾ അത് ശരിക്കും നമ്മളുടെ സനാതനധർമ്മ മൂല്യത്തിൻ്റെ, സനാതനധർമ്മ സംസ്കാരത്തിൻ്റെ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ, നമ്മളതിൽ നിന്ന് അകന്നു പോകാൻ ഒരു കാരണമാകും. അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മളുടെ അടിവേര് സനാതനധർമ്മത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഉദ്ദേശത്തിൽ തന്നെ നമ്മൾ ഈ ദേവതാ മന്ത്രങ്ങളെ, ലഘുവായിരിക്കുന്ന മന്ത്രങ്ങളെ, യഥാർത്ഥത്തിൽ ദേവതാ ഉപാസനകളെല്ലാം നമ്മൾ പഠിക്കേണ്ടത് ഒരു ഗുരുവിൽ നിന്ന്, ഒരു ആചാര്യനിൽ നിന്ന്, ഒരു പരമ്പരയിൽ നിന്ന് യഥാവിധി മന്ത്രോപദേശം അല്ലെങ്കിൽ മന്ത്രദീക്ഷ നേടി തന്നെയാണ് ദേവതകളുടെ ഉപാസന ചെയ്യേണ്ടത്. എങ്കിലും അതിലെ ചില നാമമന്ത്രങ്ങൾ, ചെറിയ ധ്യാന ശ്ലോകങ്ങൾ നമ്മൾ പൊതുസമൂഹത്തെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൽ ആണ് ഇന്ന് ഈ ഒരു ക്ലാസ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളെപ്പോഴും നമ്മുടെ ഉപാസനാക്രമങ്ങൾ തുടങ്ങുമ്പോൾ വിഘ്നേശ്വരനായിരിക്കുന്ന ഗണപതിയെ സ്തുതിച്ചുകൊണ്ടാണ് പൊതുവായ ഉപാസനാക്രമങ്ങളൊക്കെ തുടങ്ങുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ നമ്മൾ പൂജകൾ ചെയ്യുമ്പോൾ ഗണപതി ഹവനം, ഗണപതി പൂജ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഗുരുപരമ്പരാ സമ്പ്രദായത്തിലേക്ക് വരുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. ആ ഗുരുപരമ്പര നിർദ്ദേശിക്കുന്ന ഒരു പ്രത്യേക ക്രമത്തിലായിരിക്കും അവർ ചെയ്യുക. എങ്കിലും കോമൺ ആയി നമ്മൾ വിഘ്നേശ്വരനായിരിക്കുന്ന ഗണപതിയെ സ്തുതിച്ചുകൊണ്ടിട്ടാണ് ചെയ്യുക. എന്താണ് ഈ ഗണപതി ഉപാസനയുടെ പ്രാധാന്യം? ഗണപതി ഉപാസന അല്ലെങ്കിൽ ഗണപതി ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഹൈന്ദവ പാരമ്പര്യത്തിൽ, ഹൈന്ദവ സംസ്കാരത്തിൽ, സനാതനധർമ്മ പാരമ്പര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഉപാസനാക്രമമാണ്. എന്ന് വെച്ചാൽ ഏതൊരു കാര്യത്തിൻ്റെയും തുടക്കത്തിൽ ഗണപതിയെ നമ്മൾ ഭജിക്കുന്നത് വിഘ്നങ്ങൾ, അതായത് തടസ്സങ്ങൾ നീങ്ങി ആ കാര്യവിജയത്തിന്, കാര്യസാധ്യത്തിന് വഴിയൊരുക്കുമെന്നാണ് വിശ്വാസം. അല്ലേ? ഗണപതിക്ക് വെച്ചിട്ടാണ് തുടങ്ങുക. ഗണപതിക്ക് തേങ്ങയടിക്കുക, ഗണപതിക്ക് കർഗമാല നൽകുക, ക്ഷേത്രങ്ങളിൽ ഗണപതിക്ക് പായസം നൽകുക, ഗണപതിക്ക് വിളക്ക് നൽകുക, ഗണപതിക്ക് നമ്മൾ ദക്ഷിണ നമ്മൾ സമർപ്പിക്കുക, കാണിക്ക സമർപ്പിക്കുക, അവിടെ പ്രാർത്ഥിക്കുക. ഇതൊക്കെ നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെയ്യാറുണ്ട്. അല്ലേ? ഗണപതി പുഷ്പാഞ്ജലി നടത്തുക. അപ്പോൾ ഗണപതി ഉപാസനയുടെ പ്രാധാന്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ തടസ്സങ്ങൾ നീക്കുന്നവനാണ് ഗണപതി എന്ന് പറയും. വിഘ്നഹർത്താവാണ് ഗണപതി എന്ന് പറയും തന്ത്രത്തിലേക്ക് വരുമ്പോൾ. എന്ന് വെച്ചാൽ ജീവിതത്തിലെ പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും പ്രശ്നങ്ങളെയും എല്ലാം ഇല്ലാതാക്കുന്ന ആളാണ് ഗണപതി. വിഘ്നരാജൻ അല്ലെങ്കിൽ വിഘ്നേശ്വരൻ എന്ന് ഗണപതിക്ക് പേരുണ്ട്. അതായത് നമ്മൾ ഒരു കാര്യം തുടങ്ങുമ്പോൾ നമ്മളുടെ ശരീരത്തിനെയും മനസ്സിനെയും പ്രാണനെയും ചുറ്റുപാടുകളെയും ഒക്കെ ശുദ്ധീകരിക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും ഗണപതി പ്രാർത്ഥന നമ്മളെ സഹായിക്കുന്നു എന്നാണ് പറയുക. ഗണപതി ബുദ്ധിയുടെയും വിവേകത്തിൻ്റെയും പ്രതീകമാണ്. ഗണപതി ജ്ഞാനത്തിൻ്റെ അധിദേവതയാണെന്ന് പറയും. ആ ഗണപതിയുടെ രൂപം തന്നെ സിംബോളിക്കാണ്. ആ രൂപം തന്നെ അറിവിനെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ രാവണൻ്റെ രൂപത്തെപ്പറ്റി നമ്മൾ പറയാറുണ്ട്. 10 തലയുള്ളവനാണ് രാവണൻ. നിങ്ങൾ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? സിംബോളിക്കാണ്. നമ്മൾ പലപ്പോഴും സിംബോളിക്കായി പറയുന്ന കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടാണ് ഇതങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് പലരും ചോദിക്കുന്നത്. ഭാരതത്തിൻ്റെ വേദാന്ത ദർശനം, തന്ത്രശാസ്ത്രം ഇതൊക്കെ പഠിക്കുമ്പോൾ പലതും പ്രതീകാത്മകമായ ഉദാഹരണങ്ങൾ കൊണ്ടുവരും. അതാണ് ഞാനിപ്പോൾ രാവണനെ എടുത്തു പറഞ്ഞത്. രാവണന് 10 തലയുണ്ടെന്നാണ് പറയുക. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഇത് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, സാർ ഈ എത്ര വലിയ കട്ടിലാണ് ഈ രാവണൻ കിടക്കുന്നത്? കാരണം ഈ 10 തല വെക്കണ്ടേ നിങ്ങൾക്ക്? രാവിലെ എഴുന്നേറ്റിൽ എന്തൊക്കെ പാടാണ്. 10 തലയിലെ പല്ല് തേപ്പിക്കണം, 10 തല കുളിപ്പിക്കണം, മുടി ചെയ്യണം, പൊട്ടു തൊടണം. എത്ര സമയം ഈ 10 തലയ്ക്ക് വേണ്ടി രാവണൻ വിനിയോഗിക്കണം? യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ ചിത്രകഥകളിലും പുസ്തകങ്ങളിലുമൊക്കെ 10 തല രാവണന് വരച്ചു വെച്ചിരിക്കുന്നത് കാണാം. സിംബോളിക്കാണ്, പലതും പ്രതീകാത്മകമാണ്. ആ ചിത്രത്തിന് പിന്നിൽ വളരെ വലിയൊരു തത്വമുണ്ട്. 10 തല രാവണനുണ്ട് എന്ന് പറയുന്നത് അത്രയും അധികം ബുദ്ധിയാണ്. ഒരാളുടെ ബുദ്ധിയല്ല രാവണന്, 10 പേരുടെ അത്രയും ബുദ്ധിശക്തിയുള്ളവരാണ്. അതായത് അത്രയും അധികം ഇൻ്റലക്ച്വൽ പവറിനെ സൂചിപ്പിക്കാനാണ് 10 തല വരച്ചു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ 10 തലയുള്ള ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? 10 തലയുള്ള ഒരു മനുഷ്യനുണ്ടാകുമോ? നമ്മളുടെ ദേവതാരൂപങ്ങളും ഒക്കെ ഇത് മനസ്സിലാക്കാതെ പലരും അതിനെ വിമർശിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ഗണപതിയുടെ രൂപവും പലരും വിമർശിക്കാറുണ്ട്. ആനത്തലയുള്ള ആളല്ലേ ഗണപതി? എന്താണിത് സിംബോളിക്കായിട്ട് പറയുന്നത്? പുരാണ കഥകളും മറ്റു കാര്യങ്ങളും ഉണ്ട്. എങ്കിലും എന്താണ് ഈ ചിത്രത്തിന് പിന്നിലെ തത്വം എന്താണെന്ന് നമുക്ക് നോക്കാം.
ഗണപതിക്ക് വളരെ വലിയ ചെവികളാണ്, അല്ലെ, ആനച്ചെവിയനാണെന്ന് പറയും. എന്താണ് ഈ വലിയ ചെവി അവിടെ കൊടുത്തിരിക്കുന്നത്? മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക, ജ്ഞാനം ഉൾക്കൊള്ളാനുള്ള കഴിവ്, അറിവ് ഉൾക്കൊള്ളാനുള്ള കഴിവ്, ഇതിൻ്റെ പ്രതീകമാണ് വലിയ ചെവികളെന്ന് പറയുന്നത്. ശരിയായി കേൾക്കുക, ശരിയായി ഗ്രഹിക്കുക. ഇനി കണ്ണ് നോക്കൂ, ചെറിയ കണ്ണുകളാണ്. ആനയുടെ കണ്ണെങ്ങനെയാണ്? ചെറിയ കണ്ണാണ്. കാര്യങ്ങളെ സൂക്ഷ്മമായി വീക്ഷിക്കാനുള്ള കഴിവ്, സൂക്ഷ്മദൃഷ്ടി, സൂക്ഷ്മദൃക്കെന്ന് പറയും. ഇതിൻ്റെ പ്രതീകമാണ് ഈ ഗണപതിയുടെ ചെറിയ കണ്ണുകൾ. ഇനി തുമ്പിക്കൈ കാണാം, അല്ലേ? തുമ്പിക്കൈ ഒരു പ്രതീകമാണ്, വിവേകത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമാണെന്ന് പറയും. ആന ഒരുത്തനെ എടുത്തടിക്കുന്നത് കണ്ടിട്ടില്ലേ? തുമ്പിക്കൈ അത്രയധികം പവർഫുള്ളാണ് ആനയുടേത്. അതായത് വിവേകം, ആ തിരിച്ചറിവിൻ്റെ, അതേപോലെ തന്നെ ശക്തിയുടെ പ്രതീകമായിട്ടാണ് അവിടെ തുമ്പിക്കൈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓരോ ദേവതകളുടെ രൂപങ്ങൾ പഠിക്കുമ്പോഴും ആ പ്രതീകത്തിന് പിന്നിലുള്ള തത്വത്തെ മനസ്സിലാക്കിയിട്ട് വേണം അതിനെ പഠിക്കാൻ. ഗണപതി ഉപാസനയിൽ നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം, മനസ്സിൻ്റെ ഏകാഗ്രത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏകാഗ്രതയോടെ ഗണപതിയെ നമ്മൾ പ്രാർത്ഥിക്കണം. ആ ഏകാഗ്രതയോടെ ഗണപതിയെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് വേഗത്തിൽ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും ആ ചിന്തകൾ കുറച്ചു കൊണ്ടുവരുവാനും ഒക്കെ സഹായിക്കും. മാനസികമായ ടെൻഷൻസ്, സമ്മർദ്ദങ്ങൾ കുറയ്ക്കും ഗണപതി ഉപാസന. ഗണപതിയെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഗണപതിയുടെ വളരെ പ്രസന്നമായ ഭാവമാണ്. പല രൂപത്തിലുള്ള ഗണപതിയുണ്ട്. വളരെ പ്രസന്ന രൂപത്തിലുള്ള ഗണപതിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. വിനയം, ക്ഷമ, സേവന സന്നദ്ധത, ഇവയെല്ലാം ഗണപതി ഉപാസനയിലൂടെ ഒരാൾക്ക് ലഭിക്കുന്ന ഗുണങ്ങളായിട്ടും ഋഷികൾ പറയാറുണ്ട്. ഗണപതിയെപ്പോലെ എപ്പോഴും പ്രസന്നവദനായിരിക്കുക, സൂക്ഷ്മദൃക്കായിരിക്കുക, നന്നായിട്ട് കേൾക്കുക, അല്ലെ, ഇൻ്റലക്ച്വലി നമ്മൾ ഉയരുക എന്ന് പറയും. ഇനി നമ്മൾ ചക്ര ഉപാസനകളിലേക്കൊക്കെ വരുമ്പോൾ തന്ത്രശാസ്ത്രത്തിൽ ഷഡ്ചക്രങ്ങളെയൊക്കെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ മൂലാധാര ചക്രത്തിൻ്റെ ദേവതയാണ് ഗണപതി. അതായത് യോഗശാസ്ത്രപ്രകാരം മനുഷ്യ ശരീരത്തിൽ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, ഷഡ്ചക്രങ്ങളുണ്ട്. ഇതിൽ മൂലാധാരസ്ഥിതനാണ്, മൂലാധാര ചക്രത്തിൻ്റെ അധിപൻ ഗണപതിയായിട്ടാണ് പറയുക. എന്ന് വെച്ചാൽ ഈ മൂലാധാര ചക്രം ആക്ടിവേറ്റ് ചെയ്താൽ നമുക്ക് ഭൗതികമായ സുസ്ഥിരതയുണ്ടാകും, സ്ഥിരത, ആത്മീയമായിട്ടുള്ള ഉണർവുണ്ടാകും. റൂട്ട് ചക്ര, ബേസ് ചക്രയാണിത്. അപ്പോൾ ഗണപതി ഉപാസന വഴി മൂലാധാരം ശുദ്ധീകരിക്കപ്പെടുകയും നമ്മുടെ കുണ്ഡലിനി ശക്തി ഉണരാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുക. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇത്രയധികം പ്രാധാന്യമുള്ളതാണ് ഗണപതി. ഇനി നമുക്ക് സാമാന്യമായി നമ്മളുടെ ഗൃഹത്തിൽ ചെയ്യാവുന്ന ഗണപതി ഉപാസന എന്താണ്? രാവിലെയോ വൈകിട്ടോ ഒക്കെ വിളക്ക് വെച്ചിട്ട് ആ വിളക്കിന് മുന്നിൽ വന്നിരുന്ന് കൈകൾ തൊഴുതു പിടിച്ചുകൊണ്ട് ഗണപതിയുടെ നാമമന്ത്രം, ദേവതയ്ക്ക് നാമമന്ത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ ബീജാക്ഷരികളോടുകൂടിയിട്ടുള്ള മന്ത്രങ്ങളുണ്ട്, താന്ത്രിക മന്ത്രങ്ങളുണ്ട്, യൗകിക മന്ത്രങ്ങളുണ്ട്, വൈദിക മന്ത്രങ്ങളുണ്ട്, സ്തോത്രമന്ത്രങ്ങളുണ്ട്, കീർത്തനങ്ങളുണ്ട്, നാമജപങ്ങളുണ്ട്. അങ്ങനെ പല വിഭാഗങ്ങളിൽ നമ്മൾ ദേവതയെ പൂജിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഗണപതിയുടെ ഒരു നാമമന്ത്രം ആണ് നമ്മളിത് പഠിക്കുക. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഗണങ്ങളുടെ പതിയാണ് ഗണപതി എന്ന് പറയും, അല്ലെ ഗണാനാം പതി എന്നും പറയാറുണ്ട്. അപ്പോൾ ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഗണപതയേ, ഗണപതിയേ അല്ല, ഗണപതയേ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ശ്രീത്വം നൽകുന്ന, ഐശ്വര്യം നൽകുന്ന, അഭിവൃദ്ധി നൽകുന്ന മഹാഗണപതിയെ, ശ്രേഷ്ഠനായ ഉന്നതനായ ആ വിഘ്നേശ്വരനെ നമിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഗണപതിയുടെ രൂപത്തെ ഉള്ളിൽ കണ്ട് അല്ലെങ്കിൽ പുറത്തുള്ള ഗണപതിയുടെ ചിത്രം കണ്ടുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ഓം ശ്രീ മഹാഗണപതയേ നമഃ, ഓം ശ്രീ മഹാഗണപതയേ നമഃ, ഓം ശ്രീ മഹാഗണപതയേ നമഃ, ഈ മന്ത്രം നമുക്ക് ഒരു 3 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റൊക്കെ ജപിക്കാം. വളരെ നല്ലതാണ്. ഗണപതിയുടെ ഒരു പ്രസൻസ് നമുക്കുണ്ടാവും. അങ്ങനെ ആ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗണപതിയുടെ ഒരു ധ്യാന ശ്ലോകമുണ്ട്. ആ ധ്യാന ശ്ലോകം ഒരു 3 മുതൽ 5 തവണ വരെ ജപിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ വളരെ പ്രശസ്തമായൊരു ധ്യാന ശ്ലോകമുണ്ട് ഗണപതിയുടേത്. പല ശ്ലോകങ്ങളുണ്ട്. നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളൊരു ശ്ലോകമുണ്ട്. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിദ്ധജംബൂഫലസാരഭക്ഷിതം ഉമാസുദം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. നമ്മുടേതായിട്ടുള്ള ഈണത്തിൽ ചൊല്ലാം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിദ്ധജംബൂഫലസാരഭക്ഷിതം
ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിദ്ധജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. 3 or 5 തവണ ഈ ശ്ലോകം ചൊല്ലുക. ഇതിനൊരർത്ഥമുണ്ട്. ഗജാനനം എന്ന് വെച്ചാൽ ആനയുടെ മുഖത്തോടു കൂടിയവനും, ഭൂതഗണാതിസേവിതം ഭൂതഗണങ്ങളാൽ സേവിക്കപ്പെടുന്നവനും, കപിത്ത ജംബൂ ഫലസാരഭക്ഷിതം വിളാമ്പഴം, ഞാവൽപ്പഴം എന്നിവയുടെ സാരത്തെ, രുചിയെ ആസ്വദിക്കുന്നവൻ. ഞാവൽപ്പഴം എന്നാണ് കപിത്ത ജംബൂ ഫലസാരഭക്ഷിതം, ആസ്വദിക്കുന്നവൻ. ഉമാസുതം പാർവതീദേവിയുടെ പുത്രൻ, ശോകവിനാശകാരണം ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നവൻ. നമാമി ഞാൻ നമിക്കുന്നു. വിഘ്നേശ്വര പാദപങ്കജം വിഘ്നേശ്വരൻ്റെ താമരപ്പൂ പോലുള്ള പാദപങ്കജങ്ങളെ നമിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിദ്ധജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. അത് ഒരു 3-5 തവണ ജപിക്കുക. ഗണപതിയുടെ രൂപത്തിനുള്ളിൽ കാണുക. നമ്മുടേതായിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെ ഗണപതിയോട് പറയുക. ഗണപതിയുടെ അനുഗ്രഹത്താൽ അതെല്ലാം നടക്കുന്നതായി നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. ഇപ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് പൂർണ്ണത ഉണ്ടാവുക. ആദ്യം ഗണപതി മന്ത്രം ജപിക്കും. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ജപിക്കും. ശേഷം നമ്മൾ ഈ പറഞ്ഞ ധ്യാന ശ്ലോകം ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിദ്ധജംബൂ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം 3-5 തവണ ഈ ശ്ലോകം ജപിക്കും. എന്നിട്ട് ഗണപതിയോട് നമ്മുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കും. ഗണപതിയുടെ അനുഗ്രഹത്താൽ അതെല്ലാം നടക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കും. ഇങ്ങനെ ചെയ്താൽ ഇത് ഒരു ദീപത്തിൻ്റെ, അഗ്നിയുടെ മുമ്പിൽ വെച്ച് നമ്മൾ ചെയ്താൽ ഇത് വേഗത്തിൽ ഫലസിദ്ധമാകും. ഈ ഗണപതി ഉപാസന ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഗണപതി വിഗ്രഹം കാണുമ്പോൾ ഈ മന്ത്രം ജപിക്കുക. അല്പസമയം ഈ ധ്യാന ശ്ലോകം ചൊല്ലാം. ഓക്കെ. അപ്പോൾ ഇത് വളരെ ലഘുവായ ഗണപതിയുടെ ഒരു ഉപാസനാക്രമമാണ്. ഗണപതിയുടെ നാമമന്ത്രവും 4 വരിയുള്ള ഗണപതിയുടെ ധ്യാന ശ്ലോകവുമാണ്. അപ്പോൾ ഇതൊരു ബുക്കിൽ എഴുതി വെച്ച് പഠിക്കുക. നമസ്തേ. ഓം നമഃ ശിവായ.